നമസ്കാരം. കേരളം വീണ്ടും പവർ കട്ടിലേക്ക് കടക്കുകയാണ്. രാത്രികളിൽ 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഇപ്പോൾ സാധാരണമായി കഴിഞ്ഞു. പക്ഷേ അതിന് കാരണം കടുത്ത ചൂട് മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ, കാലാവധി കഴിഞ്ഞ വൈദ്യുതി കരാറുകൾ, നമ്മുടെ വർദ്ധിച്ച AC ഉപയോഗം, സോളാർ പാനലുകളുടെ പരിമിതികൾ, ഇതെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഈ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനു മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും അപ്രഖ്യാപിത പവർ കട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോകുന്നു, വോൾട്ടേജ് കുറഞ്ഞു പോകുന്നു, ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമല്ല. നമ്മുടെ വൈദ്യുത ശൃംഖല ഏറെ നാളായി വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഈ വർഷം ചൂട് എല്ലാ റെക്കോർഡുകളും ഭേദിക്കുകയാണ്. പല ജില്ലകളിലും താപനില 40 ഡിഗ്രിക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി വീടുകളിൽ AC ഉപയോഗം കുത്തനെ വർദ്ധിക്കും എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ കേരളത്തിലെ വൈദ്യുതി ആവശ്യകത 6000 മെഗാവാട്ട് കടന്നിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആവശ്യകതയുടെ വലിയ പങ്കും രാത്രി സമയത്താണ് എന്നുള്ളതാണ്. എല്ലാവരും ഒരേ സമയം AC ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് പശ്ചിമേഷ്യയിലുണ്ടായിട്ടുള്ള പ്രതിസന്ധി എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ ആഗോള ഇന്ധന വിതരണത്തെ തന്നെ നന്നായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള കടത്ത് തടസ്സപ്പെട്ടതോടെ എണ്ണയുടെയും ഗ്യാസിൻ്റെയും വില കൂടി. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന KSEBക്ക് ഇത് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. വില കൂടിയതോടുകൂടി വൈദ്യുതി വാങ്ങാൻ കഴിയാത്ത സാഹചര്യവും സപ്ലൈ കുറയുന്ന അവസ്ഥയും സംജാതമായി. നഷ്ടപ്പെട്ടുപോയ ഡീലുകളാണ് നമ്മുടെ ഏറ്റവും വലിയ പിഴവ്. കേരളം അതിൻ്റെ ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ വലിയൊരു ഭാഗവും പുറത്തുനിന്നാണ് വാങ്ങുന്നത്. മുമ്പ് നമുക്ക് സ്വാപ്പ് ഡീലുകൾ ഉണ്ടായിരുന്നു. അതായത് വേനൽക്കാലത്ത് നാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങും, പകരം മഴക്കാലത്ത് അത് തിരിച്ചു നൽകും. എന്നാൽ ഇത്തവണത്തെ പ്രധാനപ്പെട്ട പല കരാറുകളും അവസാനിച്ചു. ഏകദേശം 400 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടത്. പുതിയ കരാറുകൾ കൃത്യസമയത്ത് ഒപ്പിടാത്തത് ഒരു വലിയ പ്ലാനിംഗ് പിഴവ് തന്നെയാണ്. പീക്ക് സമയത്ത് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു ബാക്കപ്പാണ് ഇവിടെ ഇല്ലാതായത്. നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു മാറ്റമുണ്ട്. പാചകവാതകത്തിൻ്റെ വിലക്കയറ്റവും ലഭ്യതക്കുറവും കാരണം പലരും ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറിയിട്ടുണ്ട്. സൗകര്യപ്രദമാണെങ്കിലും രാത്രിയിൽ 7 മുതൽ 10 വരെയുള്ള പീക്ക് സമയത്ത് ആയിരക്കണക്കിന് വീടുകളിൽ ഇൻഡക്ഷൻ കുക്കറുകൾ ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ അത് ഗ്രിഡിന് വലിയ ലോഡാണ് നൽകുന്നത്. ഇത്രയും അധികം സോളാർ പാനലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പവർ കട്ട്? സോളാർ പകൽ സമയത്ത് മാത്രമേ പ്രവർത്തിക്കൂ. രാത്രിയിൽ സോളാറിൽ നിന്ന് 0 യൂണിറ്റ് വൈദ്യുതിയാണ് നമുക്ക് ലഭിക്കുന്നത്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സംഭരിച്ചു വെക്കുവാൻ വലിയ ബാറ്ററി സംവിധാനങ്ങളൊന്നും നമുക്കില്ല. ഇതൊരു വലിയ പോരായ്മയായി തന്നെ നിലനിൽക്കുകയാണ്. ഈ ഘടകങ്ങളെല്ലാം ഒന്നിച്ചു വന്നപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറുകൾ ഓവർലോഡായി. ആവശ്യത്തിന് വോൾട്ടേജ് നൽകാൻ കഴിയാത്ത അവസ്ഥയുമായി. ചുരുക്കത്തിൽ വൈദ്യുതി ഉണ്ടെങ്കിൽ പോലും അത് സുഗമമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ വിതരണ ശൃംഖലയ്ക്ക് കഴിയുന്നില്ല. ഇനി എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴികൾ? ഒന്ന്, വൻ വില നൽകി പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുക. അതിൻ്റെ ഭാരം ഉപഭോക്താക്കൾ ചുമക്കേണ്ടി വരും. രണ്ടാമതായി, ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക. രാത്രി 7 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് അനാവശ്യമായ ലൈറ്റുകളും ഹൈലോഡ് ഉപകരണങ്ങളും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. ഭാവിയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ മികച്ച പ്ലാനിങ്ങും ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങളും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അടുത്ത തവണ ലൈറ്റ് പോകുമ്പോൾ ഓർക്കുക, ഇത് വെറും ചൂടിൻ്റെ മാത്രം പ്രശ്നമല്ല. ആഗോള പ്രതിസന്ധികളും നമ്മുടെ ജീവിതശൈലിയും പ്ലാനിങ്ങിലെ പാളിച്ചകളും ചേർന്നൊരു ചിത്രമാണ് നമുക്ക് തെളിയുന്നത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.